ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ കജോളിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇവർ വലിയ മടിച്ചിയാണ് എന്നുള്ളതാണ്. കജോൾ, താങ്കൾ 25 വർഷമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് നിങ്ങളെ വളരെയധികം ഇഷ്ടമാണ്, സ്നേഹം നൽകുന്നു, നിറയെ അവാർഡുകൾ കിട്ടി. പ്രശസ്തി എത്രയുണ്ടെങ്കിലും ജോലി ചെയ്യുന്നത് വളരെ കുറവാണല്ലേ? ജോലി ഞാൻ കുറച്ചേ ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ ഈ കുറ്റാരോപണം, ഐ ഹാവ് ടു സേ, ഞാൻ അങ്ങനെയാണ് മടിച്ചിയാണല്ലേ? ആണെന്നേ, ഞാൻ അങ്ങനെയാണ്. പക്ഷേ ഞാൻ എന്താ പറയാൻ വരുന്നെന്ന് വെച്ചാ, ഇറ്റ്സ് ഓൺലി ഇൻ റിലേഷൻ ടു മൈ വർക്ക്. എനിക്ക് എന്താ തോന്നുന്നത് വെച്ചാല്, ഐ ഡോണ്ട് തിങ്ക് പക്ഷെ ഞാൻ താങ്കളുടെ ഇതുവരെ. ഫാമിലിയിലുള്ളവരെല്ലാവരും പറയുന്നു, താങ്കളുടെ അമ്മ പറയുന്നു, അതെ താങ്കളുടെ ഹസ്ബൻഡ് പറയുന്നു മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ. കുട്ടികളും കൂടി അങ്ങനെയല്ലേ താങ്കളോട് പറയുന്നത്? അതെ, എന്നോട് ജോലി ചെയ്യാനാണ് അവരെല്ലാരും പറയുന്നത്. പക്ഷെ എനിക്ക് എന്താ തോന്നുന്നെന്ന് വെച്ചാല്, ഞാൻ ജോലി ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല ജോലിയായിരിക്കണം, അല്ലെങ്കിൽ ചെയ്തിട്ട് കാര്യമില്ല. ഫോർച്ചുനേറ്റ്ലി ഭഗവാൻ എനിക്ക് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എല്ലാം തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കാര്യത്തില് ഐ ഡോണ്ട് ഹാവ് ടു വർക്ക്. ഞാൻ ജോലിക്ക് പോകണമെന്ന് അങ്ങനെ അത്യാവശ്യമൊന്നുമില്ല, ഞാൻ ജോലിക്ക് പോകണമെന്നേ ആവശ്യമില്ല. So I think if I have to work, I want to do films that I would want to be there ഞാൻ 100%. താങ്കൾക്ക് ഓപ്ഷൻ നൽകാം. ഗദർ നല്ലൊരു സിനിമയാണ്, താങ്കൾക്ക് അതിൽ റോൾ ഓഫർ ചെയ്തിരുന്നു, പക്ഷേ താങ്കൾ അത് ചെയ്തില്ല. എനിക്കത് സെറ്റാവുമെന്ന് എനിക്ക് തോന്നിയില്ല. ദിൽസേ, ഡേറ്റ്സ് മാച്ച് ആയില്ല. അപ്പോ മുഹബത്തെ, മൊഹബത്തേന് എനിക്ക് ആരും ഓഫർ ചെയ്തില്ലല്ലോ. ഓഫർ ചെയ്തിരുന്നോ? എനിക്കൊരു ഓർമ്മയില്ല. ദിൽ തോ പാഗൽ ഹേയുടെ ദിൽ തോ ഓഫർ പാഗൽ ഉണ്ടായിരുന്നു. അതെ. പക്ഷെ അപ്പോ ദിൽ തോ പാഗൽ ഹേയുടെ ഓഫർ എനിക്ക് വന്ന സമയത്ത് എനിക്കപ്പോ എന്റെ റോൾ അത്ര പ്രാധാന്യമുള്ളതായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാനത് മിസ് ചെയ്തത്. പിന്നെ 3 ഇഡിയറ്റ്സ്, കരീന കപൂറിന്റെ ക്യാരക്ടർ താങ്കൾക്കാണ് ഓഫർ അദ്ദേഹം ചെയ്തത്. ആക്ച്വലി ആ സ്ക്രിപ്റ്റ് എന്നോട് പറഞ്ഞായിരുന്നു. അതെന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ അദ്ദേഹത്തിന് എന്താ പറഞ്ഞെന്നറിയാം, മാധവന്റെ റോൾ എനിക്ക് തരൂന്ന്. ഞാനത് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അത് പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഹീറോയിൻ റോൾ മാത്രമേ തരാൻ പറ്റുള്ളൂ അത്രേ. ഇല്ല, പറ്റത്തില്ല, ഞാൻ മാധവന്റെ റോൾ മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിനോട് പറഞ്ഞു, ഔട്ട് ഓഫ് 3 ഇഡിയറ്റ്സ് 1 of them can be a girl na, it's okay. But he said no. താങ്കൾ മൊത്ത കഥയും മാറ്റാൻ നോക്കി. അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഒരുപക്ഷെ ആ പടം താങ്കൾ ചെയ്തിരുന്നെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ താങ്കൾക്ക് കൂടുതൽ സ്ഥാനം കിട്ടിയേനെ. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സിനിമയും എന്റേതായിട്ട് ഞാൻ എടുത്തിട്ടില്ല. ഞാനൊരു സിനിമയിൽ ജോലി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആ സിനിമ എന്റേതല്ല. അത് കരീനയുടെ സിനിമയാണ്, അത് ആമിഷയുടെ പടമാണ്. അതെല്ലാം മറ്റുള്ളവരുടെ റോൾസ് ആയിരിക്കണം. ഇത് മറ്റുള്ളവരുടെ സിനിമയാണ്. ഞാനൊരു പക്ഷെ നോന്ന് പറഞ്ഞിട്ടുണ്ടാവാം, സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് അതൊരിക്കലും എന്റെ സിനിമയാവില്ലല്ലോ. ഏതെങ്കിലും സിനിമയുടെ ഒരു റോൾ കണ്ടിട്ട് ഈ റോൾ ഞാൻ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെയും ഇത് എനിക്ക് നന്നായിരുന്നേനെന്നൊരു തോന്നൽ? എനിക്ക് സാധാരണ എന്ത് തോന്നുന്നു വെച്ചാല്, ഞാൻ ഈ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഈ സമയം, ഇറ്റ്സ് എ ഫാബുലസ് ടൈം. ഫിലിം ഇൻഡസ്ട്രിക്ക് ഇത് വളരെ നല്ല സമയമാണ്, പ്രത്യേകിച്ച് ആക്ടേഴ്സിന്. എന്താ വെച്ചാൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്സ് എഴുതിക്കൊണ്ടിരിക്കുന്നു, വളരെ സന്തോഷമായിട്ടിരിക്കുന്നു എല്ലാവരും. നിങ്ങളെപ്പോലത്തെ ആൾക്കാരാണെങ്കിൽ വളരെ വ്യത്യാസമായിട്ടുള്ള സിനിമകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ പടങ്ങളൊക്കെ അംഗീകരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അതായത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ കാരണം ഞങ്ങൾക്കിപ്പോ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യാൻ പോസിബിൾ ആവുന്നുണ്ട്. അതായത് ചില കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ദാറ്റ് ഈസ് ഐ ഡോണ്ട് തിങ്ക് തുമാരി സുലു ഒരു 8 വർഷം മുമ്പോ 10 വർഷം മുമ്പോ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അന്ന് അങ്ങനെ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവുമോ? അതിനാരെങ്കിലും പൈസ തരാൻ റെഡി ആയിട്ടുണ്ടാവുമോ? അന്ന് നടന്നിട്ടുണ്ടാവുക. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു വർക്ക്, ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ് അല്ലേ ചെയ്യുന്നത്. സോ ഇറ്റ് ഹാസ് ടു ബി ഫൈനാൻഷ്യലി വയബിൾ ഓൾസോ ഫോർ ദ പ്രൊഡ്യൂസർ ടു മേക്ക് ദ ഫിലിം. സോ താങ്ക് യു ഓൾ ഓഫ് യു. താങ്ക് യു. ഇതിന് മുൻപുള്ള കാലഘട്ടത്തിൽ ഇത്രയും ഫ്രീ ആയിട്ട് ജോലി ചെയ്യാൻ സാധിക്കില്ല, കാരണം ഇത്രയും എക്യുപ്മെന്റ്സ് ഒന്നും അന്ന് ഇല്ലായിരുന്നു. ജോലി ചെയ്യാൻ അന്നൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ കുറെ ജോലി ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. ഒരു പക്ഷെ ഞങ്ങൾ 4 സിനിമകളിൽ അഭിനയിക്കുകയാണെങ്കിൽ പ്രൊമോഷൻ ഒന്നും ഇത്രയും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു 19 ദിവസം നമുക്ക് സേവ് ആവുമല്ലോ. പിന്നെ ഞങ്ങൾ ഒരുപാട് സിനിമ ചെയ്യുന്നുണ്ട്, പക്ഷെ അത്രയും ഫെസിലിറ്റീസ് ഇല്ല. അന്ന് ഈ വാനിറ്റി വാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഐ തിങ്ക് കൂളർ പോലും ഒന്നും ഇല്ലായിരുന്നു തോന്നുന്നു. ജസ്റ്റ് ഒരു ഫാൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഇങ്ങനെ വീശി ഇരിക്കും. ബട്ട് ഐ തിങ്ക് അതില് ഒരു എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു. ആ എൻജോയ്മെന്റ് വളരെ നല്ലൊരു ഫീൽ ആയിരുന്നു. അന്നത്തെ ഫെസിലിറ്റീസ് കുറവായിരുന്ന സമയത്ത് പറഞ്ഞപ്പോ താങ്കൾക്ക് ഒരിക്കൽ ഒരു ബസ് ലഭിച്ചിരുന്നു, അതിലൊരു ലൂ ഉണ്ടായിരുന്നു, ടോയ്ലറ്റ്. അത് കണ്ട് താങ്കൾ ശരിക്കും എക്സൈറ്റ് ആയെന്നാണ് കേട്ടത്. സ്വിറ്റ്സർലാൻഡില് ഞങ്ങൾ DDLJയുടെ ഷൂട്ടിന് പോയ സമയത്താണ്. അതെ ശരിയാ, ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒരു ബസ് കിട്ടിയെന്ന്, അതും ബാത്റൂം ഒക്കെ ഉള്ളത്. വി വാസ് സോ എക്സൈറ്റഡ്. ഓരോരുത്തരും പോയിട്ട് ആ ബാത്റൂം തുറന്നു നോക്കുക. അയ്യോ, എത്ര നല്ല ബാത്റൂം! നോക്ക്, ഇത് നമ്മുടെ കൂടെ വരാൻ പോവാണോ? നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ തന്നെ ഇത് വരും. സോ യാ, വി വാസ് സോ എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ് ബസ്.
ഇതിന് മുൻപ് എല്ലാം ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത്, അതായത് ഔട്ട്ഡോർ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ സ്ഥലമില്ല, സ്റ്റുഡിയോയ്ക്കുള്ളിൽ പോലും അത്രയും ഫെസിലിറ്റീസ് ഇല്ലെന്നാണ്. താങ്കളുടെ അഭിപ്രായത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? അതും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വി ഹാവ് ടു ബി മോർ ക്രിയേറ്റീവ്. അതായത് നമുക്ക് ഒരിടത്തും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ സ്ഥലം കിട്ടിയില്ലെങ്കിൽ ഒരു 4 ഷോൾ പിടിച്ചിട്ട് അങ്ങനെ നിൽക്കൂ. ഏതെങ്കിലും ഒരു മൂല നോക്കി നമ്മൾ കാട്ടിനകത്തോട്ട് കയറിപ്പോകും. പഴയ സിനിമയിലെ കാണിക്കില്ലേ, വളരെ ദൂരത്തിൽ കാട്ടിനകത്തോട്ട് പോയെന്ന്. കാട്ടിനകത്ത് പോയിട്ട് വല്ല മലയുടെയും പുറകിൽ അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരും. ജീവിതത്തിൽ യഥാർത്ഥമായിട്ടേ. ഒരുപക്ഷെ അതുകൊണ്ടാണോ താങ്കൾ വളരെ ലേസി ആയത്? ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ആരാണ് ചെയ്യുന്നതെന്ന്. പക്ഷെ അതിനുശേഷം വാൻറ്റി വാൻസ് ഒക്കെ വന്നേ. അതൊക്കെ ഉണ്ടായിട്ട് ഞാൻ അങ്ങനെ വലുതായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. എനിക്ക് എപ്പോഴും തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ 25 വർഷം കഴിഞ്ഞു. ഞാൻ നിയർലി 35 സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ടാവും, ഓർ 36 ഫിലിംസ് ലൈക്ക് ദാറ്റ്. ബട്ട് ഐ തിങ്ക് ഞാൻ വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതുകൊണ്ട് എന്റെ മനസ്സിലൊരു ഉത്സാഹമുണ്ട് എന്റെ ഉള്ളില് സിനിമകൾ ചെയ്യാനായിട്ട്. ആൻഡ് ടു വർക്ക്. സിനിമകളല്ലാതെ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്റെ ദൈവമേ ഇതും വേറെ ഉണ്ടോന്ന് വളരെ പെയിൻഫുൾ എനിക്കാണെങ്കിൽ ഒരിക്കലും ഈ ഫോട്ടോഷൂട്ട് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനം. അതുകൊണ്ട് ഞാൻ അതിന് ഒരു ഉത്തരം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഐ വാസ് മെയ്ഡ് ഫോർ എ മൂവി ക്യാമറ, നോട്ട് എ സ്റ്റിൽ ക്യാമറ. ഐ വാസ് മെയ്ഡ് ഫോർ എ മൂവി ക്യാമറ. അതിൽ നിങ്ങൾക്ക് എന്റെ എക്സ്പ്രഷൻസ് എങ്ങനെ വേണമെങ്കിലും ക്യാപ്ചർ ചെയ്യാം. ഞാൻ കൈ ഇങ്ങനെ ആട്ടുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട് ടു പോസ് ഫോർ എ സ്റ്റിൽ ക്യാമറ. അത്രേ ഉള്ളൂ. അപ്പൊ ഏത് ജോലി ചെയ്യാനാണ് വളരെ ഈസി ആയിട്ടുള്ളത്? ഏത് ചെയ്യാനാണ് എളുപ്പമെന്ന് ചോദിച്ചാല് ഐ തിങ്ക് നിന്നിട്ട് ഇങ്ങനെ ആക്ടിങ് ചെയ്യുന്നതാണ് എളുപ്പം തോന്നുന്നു. പക്ഷേ അതിനുവേണ്ടി മേക്കപ്പ്, മുടി, തല എല്ലാം ശരിയാക്കണം. പിന്നെ കുറച്ച് വിചിത്രമായിട്ടുള്ള ടൈറ്റ് ഫിറ്റിംഗ് ഡ്രസ്സൊക്കെ ഇടേണ്ടി വരും. സോ അത് ആക്ച്വലി കുറച്ച് കഷ്ടപ്പാടാണ്. ഐ തിങ്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എനിക്ക് ആക്ച്വലി ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ആക്ടിങ് ചെയ്യുന്നതാണ്. കാജോൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. താങ്കളുടെ സ്റ്റൈലിലാണ് ഇതുവരെ അഭിനയിച്ചിട്ടുള്ളത്. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ പല ചോദ്യങ്ങളും ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് എന്താണെന്ന് ചോദിക്കും. കുറെ അവാർഡ് ഫംഗ്ഷൻസ് നടക്കുന്നുണ്ടല്ലോ, പക്ഷേ അജയ് സാറിനെ ഒരു ഫംഗ്ഷനിലും കാണാറില്ലല്ലോ. ഞാൻ പോകുന്നില്ല അവാർഡ് ഫംഗ്ഷൻ ഒക്കെ. പക്ഷെ ഞാൻ അദ്ദേഹത്തെ അവാർഡ് ഫംഗ്ഷനിൽ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. പക്ഷെ അജയ് സാർ പോവില്ല. ഞാനുണ്ടല്ലോ ഇതിനൊക്കെ. ബെറ്റർ ഹാഫ് എന്നെ കയറ്റി അയക്കും ഇതിനൊക്കെ. താങ്കൾ ധാരാളം റോളുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റോൾ ഏതാണെന്ന് ഒന്ന് പറയാമോ? നിങ്ങൾ ആക്ച്വലി ചോദിച്ച ചോദ്യം വളരെ പ്രയാസമുള്ളതാണ് കേട്ടോ. എന്താന്ന് വെച്ചാല്, ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് ഒരാളെ ചിരിപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ്. സ്ക്രീനിൽ ഒരു ആക്ടറിന് ഏറ്റവും പ്രയാസമുള്ള കാര്യം ഒരാളെ ചിരിപ്പിക്കുക എന്നുള്ള കാര്യമാണ്. ഓഡിയൻസിനെ കരയിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അവരെ ചിരിപ്പിക്കാൻ പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ നല്ലപോലെ ജോലി ചെയ്തത്, ഞാൻ വളരെ കഷ്ടപ്പെട്ട് എപ്പോഴാണ് ജോലി എന്ന് വെച്ചാല് ഏറ്റവും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എപ്പോഴാന്ന് വെച്ചാൽ ഉദാർ കി സിന്ദഗി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ്. അന്ന് എനിക്കൊരു 18-19 വയസ്സുണ്ടാവും. ആ പ്രായത്തിലാണ് ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചത്. അപ്പൊ എനിക്കത് വളരെ ഒരു ഹെവി ഫിലിം ആയിരുന്നു. ശരിക്കും ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു സിനിമ. അതിൽ ഒരുപാട് കരയണം, പിന്നെ വലിയ വലിയ ഡയലോഗ്സ് ഒക്കെ സംസാരിക്കണം, കുറെ ഇമോഷണൽ സീൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ ആ സിനിമ ഒന്നുകൂടെ കാണുകയാണെങ്കിൽ അതിലെന്റെ പരിശ്രമം നന്നായിട്ട് അറിയാൻ പറ്റും. ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് കാണുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നല്ലപോലെ ജോലി ചെയ്തിട്ടുണ്ടെന്ന്. മാഡം, താങ്കൾ ചോദിക്കൂ. ഇപ്പൊ താങ്കൾക്കും കരൺ ജോഹർ സാറിനുമുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ പോകുന്നു? അതിനെ കുറിച്ചൊന്ന് ആരുടെ കൂടെ? കരൺ ജോഹറിന്റെ അതെ മാഡം. എവറിഥിങ് ഈസ് ആബ്സല്യൂട്ട്ലി ഫൈൻ. വളരെ നന്നായിട്ട് പോകുന്നു. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. താങ്കൾക്കും കരൺ ജോഹറിനും വഴക്കാണ്. 25 വർഷത്തെ സൗഹൃദം കട്ട് ചെയ്തെന്ന് രണ്ടുപേരും പരസ്പരം വെട്ടാൻ വേണ്ടി കത്തി എടുത്തോണ്ട് ചുറ്റി കറങ്ങുകയാണെന്ന് കേട്ടു. നിങ്ങൾ ശരിക്കും നല്ലൊരു വക്കീലിനെ പോലെ സംസാരിക്കുന്നത് കേട്ടോ. കഴുത്ത് മുറിക്കാൻ തീരുമാനിച്ചോ? ഇല്ല, അങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ല കേട്ടോ. ഐ തിങ്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഉറപ്പായിട്ട് വഴക്കുണ്ടാവും. ആൻഡ് ട്രൂ ഫ്രണ്ട്സിനെ നോക്കുകയാണെങ്കിൽ എത്ര വഴക്കിട്ടാലും അതിനുശേഷവും സൗഹൃദം എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും ഫ്രണ്ട്സ് തന്നെയാണ്. താങ്ക് യു. കരൺ അർജുൻ സിനിമയിൽ താങ്കൾക്കൊരു പ്രധാനപ്പെട്ട ഡയലോഗ് ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ എന്താ വിചാരിച്ചാൽ നിങ്ങൾ വീണ്ടും കരൺ ജോഹറിനെ കുറിച്ച് ചോദിക്കാൻ പോവാണെന്ന്. കരൺ അർജുൻ സിനിമയില് ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഓർക്കില്ല. അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് അനുഭവം ഉണ്ടോ? ജീവിതത്തിൽ നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല നടക്കുന്നത്. പിന്നെ ആലോചിക്കുന്നത് എപ്പോഴും നടക്കും, ഒരുപക്ഷെ നടക്കില്ല. പക്ഷെ എപ്പോഴും നടക്കാത്തത് എപ്പോഴെങ്കിലും നടക്കും. തീർച്ചയായിട്ടും. ഐ ടോട്ടലി അഗ്രി വിത്ത് യു. ഇത് എന്റെ ജീവിതത്തിന്റെ കഥ തന്നെയാണ്. ഞാൻ ഈ ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് കയറുന്ന ഒരു പ്രാവശ്യം പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ അത് എന്റെ കാര്യത്തിൽ നടന്നു. ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ കയറി. ഞാൻ എന്റെ ജീവിതത്തെക്കുറിച്ച് എന്ത് നടക്കണം എന്ത് നടക്കണ്ടെന്ന് വിചാരിച്ചു വെച്ചിരുന്നതാണോ അതൊന്നും ഞാൻ ചെയ്തിട്ടേ ഇല്ല. പിന്നെ ഞാൻ എന്തൊക്കെ വിചാരിച്ചിട്ടുണ്ടോ അതൊക്കെ തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇപ്പോ ഞാനൊരു ആക്ടറിനെ കല്യാണം കഴിക്കണം എന്ന് ഒരിക്കലും വിചാരിച്ചില്ല, പക്ഷെ അത് നടന്നു.
സോ ഈ പർട്ടിക്കുലർ ഡയലോഗ് താങ്കളുടെ ജീവിതത്തിൽ തന്നെ പ്രതിഫലിക്കുന്നുണ്ട്. തീർച്ചയായും ഐ തിങ്ക് ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ സൈഡിൽ നിന്നും അങ്ങനെ തന്നെയാണ് അതിന്റെ